സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ തന്നെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു. പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ നടപടികൾ വൈകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പീഡന പരാതി അന്വേഷിക്കുന്നതിൽ സർക്കാർ ബോധപൂർവം കാലതാമസം വരുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. നവംബർ 27-ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറാൻ 13 ദിവസം വൈകിച്ചു എന്നാണ് പ്രധാന വിമർശനം. ഇരയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലും നടപടികൾ സ്വീകരിക്കുന്നതിലും കാട്ടുന്ന ഈ മന്ദഗതി നീതി നിഷേധമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടും അത് പോലീസിന് കൈമാറാതെ പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാനെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. UDF നേതാക്കൾക്കെതിരെ പരാതി വരുമ്പോൾ കാണിക്കുന്ന മിന്നൽ വേഗത എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് സിനിമയുടെ സ്ക്രീനിങ്ങിന് ശേഷം അപമര്യാദയായി പെരുമാറി എന്ന സംവിധായകയുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരയെന്ന് പോലീസ് പറയുമ്പോഴും പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് സതീശൻ പറഞ്ഞു. കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയെങ്കിലും തുടർ നടപടികൾ വൈകുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ മാറ്റിവെച്ച് നീതിയുക്തമായ അന്വേഷണം നടക്കണമെന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.